പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നേരും അമ്മ വിണ്ണിൻ രാജകന്യാ ധന്യ സർവവന്യ മേരി ലോകമാതാ നന്മ നേരും അമ്മ വിണ്ണിൻ രാജകന്യാ ധന്യ സർവവന്യ മേരി ലോകമാതാ കണ്ണിലും നീയാകും ഉണ്ണീശു തന്നെ അമ്മയായ മേരി ലോകമാതാ മാതാവേ മാതാവേ മണ്ണിൽ ദീപം നീയല്ലോ നീയല്ലോ നിത്യ സ്നേഹധാരയാ ആശാപൂരം നീയേ ആശ്രയതാരം നീയേ തായ നീയേ മേരി ലോകമാതാ മേരി ലോകമാതാ. ആവേ മരിയ. വണക്കമാസത്തിൻ്റെ ഇന്നേ ദിവസം പ്രത്യേകമായിട്ട് നമ്മൾ ധ്യാനിക്കുന്നത് തിരുക്കുടുംബത്തിൽ തിളങ്ങി വിളങ്ങി നിന്നിരുന്ന ദൈവസാന്നിധ്യത്തിൻ്റെ മഹത്വത്തിനെക്കുറിച്ചും ആ ഒരു സാഹചര്യത്തിൽ അവർക്ക് അനുഭവപ്പെട്ട വിസ്മയത്തെക്കുറിച്ചും ദൈവസ്നേഹവും ദൈവ ഇഷ്ടവും സമ്പാദനമാണ് ഏറ്റവും വലിയ സമ്പത്ത് എന്നുള്ള ഓർമ്മയെക്കുറിച്ചുമാണ് ഇന്ന് വണക്കത്തിൽ പ്രത്യേകം വിധം ഓർത്ത് പ്രാർത്ഥിക്കുന്നത്. കാരണം ലോകരക്ഷകനായ ദൈവം തമ്പുരാൻ തൻ്റെ മകനായി അല്ലെ തങ്ങളുടെ മകനായി തങ്ങൾക്ക് കീഴ്പ്പെട്ട് ജീവിച്ചു എന്നുള്ള വലിയൊരു ദൈവരഹസ്യം മാതാവും ഔസേപ്പിതാവും കണ്ടും കേട്ടും അനുഭവിച്ചും വിസ്മയിച്ചിട്ടുണ്ടാവണം. ബൈബിൾ രേഖപ്പെടുത്തിയ ഏടുകളിൽ ഉണ്ണീശോ ദേവാലയത്തിൽ ജ്ഞാനികളുമായി തർക്കിച്ചിരിക്കുന്നത് കണ്ടുവെന്നും അപ്പോൾ അതിനുശേഷം എനിക്കും നിനക്ക് എന്തേ എന്നുള്ള ചോദ്യത്തിന് ശേഷം പിന്നീട് പരസ്യ ജീവിതം വരെ കർത്താവ് അവർക്ക് വിധേയപ്പെട്ട് ജീവിച്ചുവെന്നും നമ്മൾ ബൈബിളിലൂടെ നമ്മൾ വായിച്ചറിയുന്ന ഒരു സത്യമാണ്. ഇപ്പം ദൈവപിതാവായ ദൈവം അയച്ച തൻ്റെ സ്വന്തം പുത്രൻ രക്ഷകനായ യേശു തൻ്റെ തിരുവുദരത്തിൽ വന്ന് ജനിച്ച് പിറന്ന് അവനെ മുലയൂട്ടി വളർത്തി 30 വയസ്സുവരെ മാതാപിതാക്കളുടെ ഒരു ഫോർമേഷനിലും സ്നേഹത്തിലുമൊക്കെ ആയിരിക്കുവാനായിട്ട് ദൈവപിതാവ് അനുഗ്രഹിച്ചു എന്നുള്ളത് ഒരു കുടുംബം എത്രത്തോളം ഈ ലോകത്തിൽ പ്രധാനപ്പെട്ടതാണ്. അതൊരു ദൈവപുത്രൻ്റെ വരവിന് പോലും കർത്താവ് ഒരു പാത്രമാക്കി എടുത്തത് ഒരപ്പനെയും അമ്മയെയുമാണെന്നുള്ള ഒരു ഓർമ്മ എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവണം. വേണമെങ്കിൽ ഒരു മലമുകളിൽ നിന്നോ ഒരു സ്വർഗത്തിൽ നിന്നുള്ള ഒരു തുറവിയിൽ നിന്നോ കർത്താവിനെ ലോകത്തിലേക്ക് കൊണ്ടുവരാമായിരുന്നു. ഒരുപക്ഷെ അങ്ങനെ കൊണ്ടുവന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ കൂടുതൽ പേര് ദൈവത്തിൽ വിശ്വസിക്കാനായിട്ട് ഇടവന്നേനെ. പക്ഷേ ദൈവപിതാവ് തിരഞ്ഞെടുത്ത മാർഗം ഒരു മനുഷ്യൻ എങ്ങനെയാണോ ഒരു ജീവിതത്തിൽ കടന്നു പോകുന്നത്,
ഒരപ്പൻ്റെയും അമ്മയുടെയും തണൽ അനുഭവിച്ച് ബുദ്ധിമുട്ട് അനുഭവിച്ച് അങ്ങനെ ജീവിച്ച് വളർന്ന് 30 വയസ്സുവരെ അല്ലെങ്കിൽ ഒരു പൂർണ്ണ യുവാവായിട്ട് മാറുന്ന ഒരു സമയം വരെ മാതാപിതാക്കളുടെ പരിപാലനയിൽ നിൽക്കുവാനായിട്ട് ദൈവപിതാവ് കർത്താവിനെ ഒരുക്കി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ തിരുക്കുടുംബത്തിനോടുള്ള ഭക്തിയൊക്കെ നമ്മുടെ ജീവിതത്തിൽ വർദ്ധിക്കുമ്പോഴും ഒരപ്പൻ്റെയും അമ്മയുടെയും ദൗത്യം എന്നത് എപ്പോഴും വളരെ ദൈവീകമായിട്ടൊരു ദൗത്യമാണ്. നമ്മൾ ക്രിസ്മസും ഒക്കെ വരുമ്പം എല്ലാ കുഞ്ഞുങ്ങൾക്കും ഒരു ക്രിസ്തുവാകുവാനായിട്ടുള്ള ഒരു ആംബിയറും ഒരു പൊട്ടൻസിയും ഒരു ദൈവിക കൃപയുമായിട്ടാണ് ജനിച്ചു വീഴുന്നത്. ആ ഒരു കുഞ്ഞിനെ ആ ദൈവകൃപയിൽ വളർത്തിക്കൊണ്ട് വരുവാനായിട്ട് അപ്പനും അമ്മയും അവരെപ്പോഴാണോ അതിൽ നിന്നും പിന്നോട്ട് പോകുന്നത്, അവിടെ വെച്ചാണ് കുഞ്ഞിൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട മർമ്മപ്രധാനമായ പലതും നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഈ വൂണ്ടഡ് ചൈൽഡ്ഹുഡ് എന്നൊക്കെ പറഞ്ഞ് സൈക്കോളജിയിൽ ഫ്രോയിഡൊക്കെ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്ന് 6 വയസ്സ് വരെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും പിന്നീടുള്ള എത്ര പരിശ്രമിച്ചാലും അതൊന്നും മാറ്റാൻ പറ്റത്തില്ല എന്നുള്ളതും, അത് ഗർഭധാരണത്തിന് അന്നോട്ടുള്ള ദിവസങ്ങളിൽ ഉണ്ടാകുന്ന ചെറുതും വലുതുമായ ആന്തരികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒരു കുഞ്ഞിൻ്റെ വളർച്ചയുടെ കാലഘട്ടത്തെ സ്വാധീനിക്കുമെന്നൊക്കെ പറയുന്നതിൻ്റെ പിന്നിൽ ഈ അപ്പനും അമ്മയും എന്ന് പറയുന്ന 2 പേര് കാണപ്പെട്ട ദൈവങ്ങളാണെന്ന് പറയുകയല്ല, ദൈവത്തിൻ്റെ വലിയ ഉത്തരവാദിത്തപ്പെട്ടവരാണെന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഒരു വിശ്വാസിയായിട്ടുള്ളൊരമ്മയും അപ്പനും ഇല്ലാത്തൊരു കുടുംബത്തിൽ ജനിച്ചു വീഴുന്ന ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ ദൈവസാന്നിധ്യം എങ്ങനെ കടന്നു വരുമെന്നുള്ളത് നമുക്ക് അറിയില്ല. കാരണം അത് അപ്പം ദൈവസ്നേഹത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു കുടുംബങ്ങൾ ഈ ലോകത്തിൽ ഉണ്ടാവണമെന്ന് ദൈവം പിതാവ് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വ്യക്തമായ രക്ഷാകര പദ്ധതിയിലെല്ലാം കുടുംബങ്ങളും വ്യക്തികളുമൊക്കെ കടന്നു വരുന്നത്. അപ്പം ഏറെ പ്രത്യേകിച്ച് കർത്താവ് പോലും തൻ്റെ മാതാപിതാക്കൾക്ക് എളിമപ്പെട്ട് ജീവിച്ചു എന്നുള്ളതാണ്. അപ്പം ഇത്രയും എളിമയുള്ള ഉണ്ണീശോയുടെ ജീവിതവുമൊക്കെ നമ്മൾ പ്രാർത്ഥനാ വിഷയമാക്കുമ്പം ഈ ദൈവത്തിനു മുൻപിൽ എളിമയോടെ വ്യാപരിക്കണം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഉടമ്പടിയിൽ എപ്പോഴും ബഹുമാനപ്പെട്ട അച്ഛൻ ഓർമ്മപ്പെടുത്താറുണ്ട്, ദൈവത്തിനു മുൻപിൽ എളിമയോടെ വ്യാപരിക്കാത്തവർക്ക് ദൈവ സാന്നിധ്യം അനുഭവിക്കാനായിട്ട് സാധ്യമാകത്തില്ല എന്നുള്ളത് വളരെ സത്യമായിട്ടുള്ള കാര്യമാണ്. ഇപ്പം ഞാനാണ് വലുത് എന്ന് നമ്മൾ പറയുന്നില്ല എങ്കിൽ പോലും നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം വിലയിരുത്തുമ്പം നമുക്കത് വ്യക്തമായിട്ട് മനസ്സിലാവും. നമ്മുടെ പ്രയോറിറ്റി ലിസ്റ്റിൽ എവിടെയെങ്കിലും നമ്മുടെ പ്രാർത്ഥനയും പ്രാർത്ഥനാ സമയങ്ങളുമെല്ലാം വ്യക്തിപരമായ നമ്മുടെ സന്തോഷങ്ങൾക്ക് വേണ്ടി മാറ്റപ്പെടുന്നുണ്ടോ എന്നൊക്കെയുള്ള ചെറിയ ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പം നമുക്ക് മനസ്സിലാവും എവിടെയാണ് നമ്മുടെ പ്രയോറിറ്റി മാറിപ്പോകുന്നതെന്നുള്ളത്. എപ്പോഴും നമുക്ക് പള്ളിയിലൊക്കെ എപ്പോഴും പ്രശ്നം പിള്ളേർ ഞായറാഴ്ചത്തെ കുർബാന കളഞ്ഞ് എൻട്രൻസിന് പോകുന്നു, ട്യൂഷന് പോകുന്നു എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ ഒരു സിംറ്റമായിട്ട് മാത്രമാണ് നമ്മൾ കാണേണ്ടത്. അവരുടെ ജീവിതത്തിൽ മാതാപിതാക്കൾ അവരോട് പറയാതെ പറയുന്നൊരു സത്യമുണ്ട്, ഞായറാഴ്ച കുർബാനയ്ക്ക് പോയാലും പ്രശ്നമില്ല, നീ ജീവിച്ച് 10 കാശ് ഉണ്ടാക്ക്, നിൻ്റെ കരിയർ നോക്ക് എന്ന് പറഞ്ഞും അറിയാതെയൊക്കെ പറയുന്ന വലിയൊരു സത്യമാണ്. പക്ഷെ വേറൊരു സാഹചര്യത്തിൽ എന്നാൽ തലേ ദിവസം നീ കുർബാനയ്ക്ക് പോകണം, ഞായറാഴ്ച പോകാൻ പറ്റിയില്ലെങ്കിലും തലേ ദിവസം നീ കുർബാനയ്ക്ക് പോകണം, കുർബാന കൂടിയിട്ട് മാത്രം നീ പിറ്റേ ദിവസം ക്ലാസ്സിന് പോയാൽ മതി. അങ്ങനൊരു വിശ്വാസത്തിൻ്റെ ഫോർമേഷൻ കൊടുത്തില്ല എങ്കിൽ അവരുടെ മനസ്സിൽ നിങ്ങളിനി ഭാവിയിൽ എത്ര വചനപ്രഘോഷകരായാലും നിങ്ങൾ പറഞ്ഞു കൊടുത്തതൊന്നും അവരുടെ മനസ്സിൽ നിന്ന് മാറണില്ല. നിങ്ങൾ ദൈവത്തിന് മറക്കാനോ പൊറുക്കാനോ പറയണില്ല. പറഞ്ഞു കൊടുക്കണത് ഇപ്പോൾ കുർബാനയ്ക്ക് പോകണ്ട, ആ കുടുംബത്തിലുണ്ട്, നീ ഇപ്പോൾ പഠിക്കുക, നാളെ പരീക്ഷയല്ലേ എന്നുള്ള ആ ഒരു പ്രയോറിറ്റി ഡിഫറൻസിൽ അവർ മനസ്സിലാക്കിയെടുക്കുന്നൊരു സത്യം, നമ്മുടെ കാര്യമൊക്കെ നോക്കിയിട്ട് എപ്പോഴെങ്കിലും ദൈവത്തെ വിളിച്ചാൽ മതി എന്നുള്ളൊരു ചിന്ത അറിഞ്ഞോ അറിയാതെയൊക്കെ മക്കളുടെ ജീവിതത്തിൽ കടന്നു വരും. ഇവരിത് കറക്റ്റായിട്ട് ചെയ്യുകയും ചെയ്യും. അതിനുശേഷം കുറേ നാൾ കഴിയുമ്പോൾ നമ്മളൊരു സമയം വരുമ്പം അവരോട് പ്രാർത്ഥിക്കാൻ പറയുന്നൊരു സമയം വരുമ്പോഴേക്കും ഇവർക്ക് അതിലൊന്നും ഒരു തിട്ടവും ഉണ്ടാകത്തുമില്ല. അപ്പം നമ്മുടെ ഈ ചെറുതും വലുതുമായ ചെയ്യുന്ന ഓരോ കാര്യത്തിലും ദൈവത്തിനൊരു ഹിതമുണ്ടെന്നുള്ളതാണ്. ഈ പുറപ്പാടിൻ്റെ പുസ്തകവും നിയമാവർത്തന പുസ്തകമൊക്കെ വായിക്കുമ്പം കർത്താവ് ഈ വാഗ്ദാന പേടകത്തിനെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പം അതിലെഴുതിയിരിക്കുന്ന ഒരു ഇഞ്ച് അങ്ങോട്ട് ഒരളവ് ഇങ്ങോട്ടെന്നൊക്കെ പറഞ്ഞ് വ്യക്തമായ അണുവിണവിടുന്ന കണക്കാണ് പറയണത്. അപ്പം വ്യക്തമായിട്ടൊരു പദ്ധതി പ്രകാരമാണ് ഒരു കുഞ്ഞിനെ നിങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നത്, അല്ലെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ അപ്പൻ്റെയും അമ്മയുടെയും കരങ്ങളിലേക്ക് ഏൽപ്പിച്ചത്. എവിടെയൊക്കെയോ അവർ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ തരാനായിട്ട് ശ്രമിച്ചതുകൊണ്ട് ഒരു പക്ഷേ ഇന്ന് ഓൺലൈനിലൂടെ ഇവിടെ പങ്കെടുക്കുന്നവരും അല്ലാതെ ഈ മുമ്പിലിരിക്കുന്നവരുമൊക്കെ ഒന്ന് ആത്മാർത്ഥമായിട്ട് ചിന്തിച്ച്, ഇപ്പം ഞാനും നിങ്ങളെല്ലാവരും ചിന്തിച്ചു നോക്കുമ്പം നമ്മൾ എന്തുകൊണ്ട് ഇവിടെ ഇരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയെങ്കിലും നമുക്കൊരു ഉത്തരം ഒരമ്മ
ഒരപ്പൻ എന്നെ സ്ട്രിക്റ്റായിട്ട് പിടിച്ചതുകൊണ്ട് ദൈവത്തെ പറഞ്ഞു എന്നുണ്ടെന്നുള്ളതാണ്. പക്ഷെ എല്ലാവർക്കും പ്രാർത്ഥിക്കണമെന്നൊക്കെ അറിയാം, പക്ഷെ പ്രാർത്ഥനയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതാണെന്ന് അറിയാത്തത്. ഒരു ബുദ്ധിമുട്ടുണ്ടാവണം പ്രാർത്ഥിക്കുക, പക്ഷെ പ്രാർത്ഥനയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന്. ഇപ്പോൾ ഉടമ്പടിയിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയൊരു അത്ഭുതം എന്ന് പറയണത് ഈ പ്രാർത്ഥനയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതാണെന്ന് ഒരു വ്യക്തി മനസ്സിലാക്കും. അതിനുശേഷമാണ് ബാക്കിയുള്ളതെല്ലാം സെക്കൻഡറി ആണ്, അല്ലെങ്കിൽ ദൈവമാണ് പ്രധാനപ്പെട്ടതെന്ന് ഒരു വ്യക്തി മനസ്സിലാക്കുന്നതാണ് ഉടമ്പടിയുടെ ഏറ്റവും വലിയ വിജയം. അത് നിങ്ങൾ പ്രാർത്ഥനയിൽ സാക്ഷ്യങ്ങൾ കേട്ട് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എനിക്ക് 3 കുഞ്ഞുങ്ങളാണുള്ളത്. കുഞ്ഞുങ്ങളെ വെച്ചുകൊണ്ട് ഞാനെങ്ങനെ പള്ളിയിൽ പോകാൻ, അതുകൊണ്ട് ഞാൻ പള്ളിയിൽ പോകത്തില്ലായിരുന്നു. ഉടമ്പടി എടുത്തിട്ട് പള്ളിയിൽ പോകാൻ തുടങ്ങിയപ്പം എനിക്ക് വഴി കണ്ടെത്തി. അപ്പോൾ കുഞ്ഞുങ്ങളെയൊക്കെ ഞാൻ മറ്റുള്ളവരെ ഏൽപ്പിച്ചിട്ട് ഇപ്പോൾ എനിക്ക് പള്ളിയിൽ പോകാനൊക്കെ എനിക്ക് പറ്റണമുണ്ട്. അപ്പോൾ നമുക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ അപ്പം ഇങ്ങനെ ഒരു ജീവിതയാത്രയിൽ നിങ്ങളുടെ പ്രിഫറൻസ് കുഞ്ഞുങ്ങളിൽ നിന്ന് മാറി ദൈവമാവും. അപ്പോൾ ചിലപ്പോൾ അച്ഛൻ ആരാധനയിൽ എപ്പോഴും പറയും, പലരുടെയും ദൈവമായിട്ട് വരുന്നത് അവരുടെ കുഞ്ഞുങ്ങളാണ്. അതെപ്പോഴെങ്കിലും അവർക്ക് തിരികെ പണി കിട്ടുമ്പോൾ വരെ നമുക്കത് മനസ്സിലാവത്തില്ല. ഒരു പക്ഷേ കുഞ്ഞിൻ്റെ കല്യാണം കഴിയുന്നവരെ വെയിറ്റ് ചെയ്യണമായിരിക്കും, പക്ഷേ അത്രയും നാൾ കഴിയുമ്പോഴേക്കും പിന്നെ ആരും ഉണ്ടാവത്തില്ല എന്നുള്ളൊരു തിരിച്ചറിവിലേക്ക് ഇത് പച്ചയായ പരമമായ ഒരു യാഥാർത്ഥ്യമാണ്. കല്യാണം കഴിക്കുന്നവരെ ഭർത്താവും, കല്യാണം കഴിച്ചതിന് കുഞ്ഞുണ്ടാകുന്നവരെ കുഞ്ഞും. അപ്പോൾ ഈ ദൈവം, അപ്പം നമുക്ക് ദൈവം നൽകിയതാണെന്നൊക്കെ പറയുമ്പോഴും ഈ ഒരു സ്ഥാനം അത് വളരെ പ്രധാനപ്പെട്ടതാണെന്നുള്ളതാണ്. അപ്പം ഏതെങ്കിലും ഒരു സമയത്ത് കർത്താവ് ഇത് നമുക്ക് ബോധ്യപ്പെടുത്തി തരും, ശരിക്കും നമ്മുടെ കൂടെ ദൈവം മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ഒരുപക്ഷെ ഒരാളുടെ വേർപിരിയിൽ വരെ കാത്തിരിക്കണമായിരിക്കും, അല്ലെങ്കിൽ ഏറ്റവും മൂത്ത മകൻ കല്യാണം കഴിക്കുന്നവരെ കാത്തിരിക്കണമായിരിക്കും, അല്ലെങ്കിൽ മൂത്തവന് കുഞ്ഞുണ്ടാകുന്നവരെ കാത്തിരിക്കണമായിരിക്കും, അല്ലെങ്കിൽ അവൻ കല്യാണം. അപ്പം ഏതെങ്കിലും ഒരു സമയത്ത് നമുക്ക് മനസ്സിലാവും, ശരിക്കും ഞാൻ സ്നേഹിക്കേണ്ടതും കൂടുതൽ പ്രാർത്ഥിക്കേണ്ടതും ദൈവത്തിന് വേണ്ടി ആണ്, അല്ലെങ്കിൽ ദൈവത്തിന്. അപ്പം ഈ ഒരു ജീവിതം കർത്താവ് വളരെ വ്യക്തമായിട്ട് നമ്മുടെ മുമ്പിൽ വരച്ച് കാട്ടുന്നുണ്ട്. അപ്പം ഇന്ന് ഉടമ്പടിയുടെ ഭാഗമായിട്ട് നമ്മൾ കേൾക്കുന്ന സാക്ഷ്യങ്ങളെല്ലാം നിങ്ങൾ ഈ മനസ്സോടെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. എന്താണ് ആക്ച്വലി വാട്ട് ഹാപ്പൻ ടു ദെയർ ലൈഫ്? നിങ്ങൾ വെറുതെ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. എന്താ സംഭവിച്ച? ഒന്നുമില്ല. അവരുടെ ജീവിതത്തിൽ ഫസ്റ്റ് പ്രയോറിറ്റിയിൽ ദൈവം വന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. 5:30 എവറി ഡേ മോർണിംഗ് എന്ന് പറയുന്നത് ദ ഫസ്റ്റ് തോട്ട് ഈശോയെക്കുറിച്ച് ചിന്തിച്ച് പ്രാർത്ഥിച്ച് തുടങ്ങും. എവിടെ പോയാലും ഉടമ്പടിക്ക് ആശീർവാദം കയ്യിൽ എന്താണ് ദ ഫസ്റ്റ് തോട്ട്? ദൈവത്തിനെക്കുറിച്ച് ആലോചിച്ച് തുടങ്ങും. എവിടെ പിക്നിക്കിന് പോയാൽ പോലും ചോദിച്ചു ഇന്ന് കുർബാന മുടങ്ങുമല്ലോ, ദ ഫസ്റ്റ് തോട്ട് കർത്താവിന് കൺസേൺ കൊടുത്തിട്ടാണ്. അയ്യോ ഒരാഴ്ചയായി ആരാധന കൂടിയില്ലല്ലോ, ഒരാഴ്ചയായി ഇപ്പോൾ കാരുണ്യ പ്രവർത്തനം ചെയ്തില്ലല്ലോ. ഇങ്ങനെ എനിക്ക് എന്തോ നന്മകൾ ഞാൻ ഇനി ചെയ്യണം, അത് ദൈവം എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നതാണെന്നുള്ളൊരു പ്രഷർ, ഈ പ്രചോദനം ഈ ഉടമ്പടിയിൽ നിന്നുണ്ടാവുന്നുണ്ട്. ആ ഒരു പോസിറ്റീവ് പ്രഷറിലേക്ക് ഒരു വ്യക്തി കടന്നു വന്ന് അത്യാവശ്യം ഒരു നന്മകൾ ചെയ്യാനായിട്ട് തുടങ്ങുമ്പോഴേക്കും ദൈവം ആ വ്യക്തിനെ സെലക്ട് ചെയ്യും. അതാണ് ഒരു പ്രത്യേക അഭിഷേകമായിട്ട്. അതാണ് വീണ്ടും സാക്ഷ്യങ്ങളാണ്. സാക്ഷ്യങ്ങൾക്ക് മനസ്സിലാവും. കുറച്ച് ചെറുപ്പക്കാരായിട്ടുള്ളവർ പറയുമ്പം വളരെ ചുരുങ്ങിയ വാക്കുകൾ, ഇപ്പോൾ മറ്റുള്ളവർ കുറച്ച് നീട്ടി പറയുന്നതല്ല, ചെറുപ്പക്കാർ പറയുമ്പം കുറച്ചപ്പോൾ ഒരു ചെറിയ അനുഭവങ്ങളാണ് ചുരുങ്ങിയ ഭാഷയിൽ അവർ പറയും. ഞാൻ പണ്ടൊന്നും തുറക്കത്തില്ല, ഇപ്പം ഇങ്ങനെ. അപ്പോൾ ഇങ്ങനെ പതുക്കെ അവർ തന്നെ അവരുടെ ലൈഫിൽ വാട്ട് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് എന്നൊക്കെ ആലോചിക്കുന്നു. ഒരു വിവാഹത്തിൻ്റെ ആവശ്യം വരുമ്പോഴും ഞാനത് ഈശോയോട് ചോദിച്ചിട്ടേ തീരുമാനിക്കത്തുള്ളൂ. ഞാനൊരു കോഴ്സ് എടുക്കാൻ പോകണം, ഈശോയോട് ചോദിച്ചിട്ട് തീരുമാനിക്കത്തുള്ളൂ. ഇന്ന് ഇവിടെ വന്നൊരു LLBയിലെ ഒരു സാക്ഷ്യമാണ്. അവൾ LLB ആണ് പഠിക്കുന്നത്. ഈ ദിവസങ്ങളിൽ അത് യൂട്യൂബിൽ വരും. അപ്പോൾ നമുക്ക് ഫോറൻസിക് വേണോ LLB വേണോ? അപ്പം നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒരുപാട് പദ്ധതി ഉണ്ടാവുമല്ലോ. അപ്പോൾ പുള്ളിക്കാരത്തി ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിൻ്റെ കർത്താവേ, നീയാണല്ലോ എന്നെ സൃഷ്ടിച്ചത്, നീ പറ ഞാൻ എന്തിനു പോകണം, എൻ്റെ ആഗ്രഹം ഇതാണ്, ബട്ട് യു സേ. അപ്പം ഇങ്ങനെ ചെറുതും വലുതുമായി ഓരോ കാര്യത്തിനും ഇങ്ങനെ ദൈവഹിതം ആരാഞ്ഞതിന് ശേഷമാണ് ഒരു തീരുമാനം നമ്മൾ എടുക്കേണ്ടത്. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ദൈവം ആഗ്രഹിക്കുന്നതാണ് എന്നുള്ളൊരു കൺഫർമേഷൻ നമുക്ക് കിട്ടുക എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും സംഭവിച്ചു പോണത്, നമുക്കൊരു പ്ലാൻ ഉണ്ടാവും, ഞാനിത് പഠിച്ചാൽ ഞാൻ സൂപ്പറാവും. എൻ്റെ അപ്പനും അമ്മയ്ക്ക് എന്നെക്കുറിച്ച് പ്ലാൻ ഉണ്ടാവും, നീ ഇത് ചെയ്താൽ നിനക്ക് അത്രയും ബുദ്ധിയുണ്ടാവും. ഇത് രണ്ടും തകർന്ന് തരിപ്പണമാകുമ്പോൾ നമ്മൾ ചോദിക്കും, കർത്താവേ എന്താണ് ദൈവം എൻ്റെ ഒന്നും ശരിയാവണില്ലല്ലോ. അങ്ങനല്ല, ആദ്യം ദൈവത്തിനെ നമ്മൾ കൂട്ടുകക്ഷിയാക്കണം. എന്ത് വിഷയമാണെങ്കിലും അതൊരു കല്യാണത്തിന് മാത്രം ധ്യാനം കൂടണമെന്നുള്ളതല്ല. ജീവിതത്തിൻ്റെ ചെറുതും വലുതുമായ ഓരോ തീരുമാനം പോലും, ഒരു പക്ഷേ ഒരാൾക്ക് നമ്പർ കൊടുക്കുന്ന കാര്യത്തിലാണെങ്കിൽ പോലും, ഒരു ബന്ധം സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ളൊരു കാര്യത്തിലാണെങ്കിൽ പോലും, പ്രാർത്ഥനയിലിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു നന്മയില്ലാത്തൊരു ബന്ധത്തിൻ്റെ സാധ്യത ഉണ്ടാകുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ നിന്ന് റെഡ് ഫ്ലാഗ് വന്നു തുടങ്ങും. അങ്ങനൊരു കാര്യം വരുമ്പോൾ തന്നെ ഓക്കെ ഐ വിൽ ഗിവ് യു ആഫ്റ്റർ സം ടൈം എന്ന് പറയുവാനായിട്ടുള്ള ഒരു പ്രാർത്ഥനയുടെ ഒരു സമയം കൊടുക്കണം. എന്നിട്ട് ആദ്യം ചെന്നിട്ട് ഞാൻ അവനോട് മിണ്ടുന്നതിന് നിനക്കെന്താ, അങ്ങനല്ല. ഫസ്റ്റ് ആ വിഷയം പ്രാർത്ഥനയ്ക്ക് വിഷയമാക്കണം. എൻ്റെ ഈശോയെ, നിൻ്റെ ദൈവസ്നേഹത്തിൽ ഞാൻ ഇങ്ങനെ ഒരു വ്യക്തിയുമായിട്ട് ഈ ഒരു സൗഹൃദത്തിലേക്ക്, ഒരു കമ്പനിയിലേക്ക്
ഞാൻ പോകുന്നതിനെക്കുറിച്ച് നിൻ്റെ അഭിപ്രായം എന്താ, ഇത് നീ ആഗ്രഹിക്കും. അപ്പം ഇങ്ങനെ ചെറുതും വലുതുമായ കാര്യത്തിന് ദൈവഹിതം ആരായാൻ തുടങ്ങുമ്പം ദൈവം നമ്മളോട് സംസാരിക്കും. അത് വിശുദ്ധ ബൈബിളിലൂടെയുമൊക്കെ സംസാരിക്കും. വേറെ പ്രത്യേകിച്ച് ഇന്നൊരു ദിവസം ഈ ഒരു വിഷയം നമ്മൾ ധ്യാനത്തിലെടുക്കുമ്പം ഉണ്ണീശോ പോലും ഔസേപ്പിതാവിനും മാതാവിനും കീഴ്വഴങ്ങി ജീവിച്ചു എന്ന് പറയുമ്പം നമുക്ക് മാതാപിതാക്കളായിട്ട് നിൽക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും, അല്ലെങ്കിൽ മാതാപിതാക്കളാകാനിരിക്കുന്ന നമുക്കും ആദ്യം നമുക്കുണ്ടാകുന്ന ദൈവം ഏൽപ്പിച്ചൊരു ഉത്തരവാദിത്വമുണ്ട്. എൻ്റെ ജീവിതത്തിൽ എൻ്റെ മക്കളിലേക്ക് കൊടുക്കേണ്ട ഒരു 30 വയസ്സില്ലെങ്കിലും അവർ ഇന്നത്തെ കാലഘട്ടം നിങ്ങൾക്കറിയാം, ഒരു 10-20 വയസ്സാകുമ്പോഴേക്കും മക്കളെല്ലാം പരസ്യ ജീവിതത്തിന് സമയമാവും. പരസ്യ ജീവിതം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് അവർ സുവിശേഷ പ്രഘോഷണത്തിന് ഇറങ്ങിത്തിരിക്കുന്നത് പോലെ നമ്മുടെ കൈക്കുമ്പിളിൽ നിന്നൊക്കെ അവരിങ്ങനെ വിട്ടുപോകും. അവർ പുതിയ നാടുകളും പുതിയ ലോകത്തേക്കൊക്കെ പോകും. അങ്ങനെ പോകുന്ന സമയത്തും ആത്മവിശ്വാസത്തോടെ എൻ്റെ മകനും മകളും എപ്പോഴും ഒരിക്കൽ പോലും ജപമാല ചൊല്ലാതെ കിടന്നുറങ്ങത്തില്ല. അവൻ എവിടെയെങ്കിലും ഒരു പള്ളി കണ്ടുപിടിച്ച് അവൻ കുർബാനയ്ക്ക് പോയിട്ടുണ്ടാവും. ഒന്നും ചെയ്തില്ലെങ്കിലും അവൻ കുരിശ് വരച്ചെങ്കിലും പ്രാർത്ഥിക്കും എന്നുള്ളൊരു കോൺഫിഡൻസ് ഒരു 10-15 വയസ്സിനുള്ളിൽ നിങ്ങൾ മക്കളിൽ ഉണ്ടാക്കിയെടുത്തില്ല എങ്കിൽ നാളെ ഒരു സമയം നമ്മുടെ ജീവിതത്തിൽ ഒരു സമയം ഉണ്ടാവും. അപ്പോഴേക്കും അവനോടോ അവളോടോ നിങ്ങൾ പ്രാർത്ഥിക്കാൻ പറയുമ്പം നിങ്ങൾ പണ്ട് പറഞ്ഞ ലോജിക്ക് വർക്കൗട്ട് ചെയ്യും. അപ്പനും അമ്മയെ നോക്കുന്നതിനേക്കാൾ നല്ലത് ലൈഫ് സെറ്റിൽ ചെയ്യുന്നതാണല്ലോ. ദൈവത്തെക്കാൾ വലുത് പഠനമാണെന്ന് പഠിപ്പിച്ചവർക്ക് ഇത് ചിന്തിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. അപ്പനും അമ്മയെക്കാളും വലുത് സ്വന്തം ജീവിതമാണെന്ന് ചിന്തിക്കാനായിട്ട് വളരെ എളുപ്പമാണ്. ബിക്കോസ് സ്വാർത്ഥതയാണല്ലോ പഠിപ്പിച്ച് വെച്ചിരിക്കുന്നത്. അപ്പം ഈ ഒരു ബ്രേക്കിംഗ് ആണ് ഉടമ്പടിയിൽ സംഭവിക്കണം. അതാണ് കുഞ്ഞു പിള്ളേർ തൊട്ട് എല്ലാവരും ഉടമ്പടി എടുക്കുന്നവർ മറ്റുള്ളവരെ സഹായിക്കണം എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ഈ ഒരു ഫോർമേഷൻ കിട്ടുമ്പോഴേക്കും ദൈവം മനസ്സിലാക്കി കൊടുക്കും ദ റിയൽ ഹാപ്പിനെസ്, റിയൽ ഗ്രേസ് ഒക്കെ എവിടെയാണെന്ന്. അപ്പോൾ ഈ ഒരു ഉടമ്പടി ജീവിതത്തിലായിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും, അവരെ പ്രത്യേകിച്ച് നമ്മുടെ മക്കളെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ദൈവസ്നേഹമുള്ളവരാക്കി വളർത്തുവാനായിട്ട് ശ്രമിക്കാം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈശോ പോലും ഈ ലോകത്തിലേക്ക് കടന്നു വരാനായിട്ട് ഒരപ്പനെയും അമ്മയെയും തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ഒരു കുടുംബം എത്ര പ്രധാനപ്പെട്ടതാണെന്ന് അതിലും വലിയ സാക്ഷ്യങ്ങളൊന്നും പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ എപ്പോഴും പറയുന്നേക്കാം, ഫാമിലി ഈസ് നോട്ട് സംതിങ്, അത് ഇറ്റ് ഈസ് നോട്ട് സംതിങ്, ഇറ്റ് ഈസ് ബട്ട് എവ്രിത്തിങ് എന്നാണ് പറയുന്നത്. അത് എന്തെങ്കിലും ഒന്നല്ല, ഒരു കുടുംബം എന്ന് പറയുന്നത് എല്ലാം. അപ്പം ഒരാളെങ്കിലും ഒരാൾ വിശ്വാസത്തിലുള്ള ഒരാളൊരു കുടുംബത്തിലുണ്ടെങ്കിൽ കുഞ്ഞുനാളിൽ തന്നെ കൊടുക്കുവാനുള്ള വിശ്വാസത്തിൻ്റെ ഫോർമേഷൻ കൊടുക്കണം. അപ്പം നിങ്ങൾ കുട്ടികളോട് പറയുന്ന വാക്കുകൾക്കും എപ്പോഴും ഒരു ശ്രദ്ധ ഉണ്ടാവുന്നത് നല്ലതാണ്. കാരണം വാക്കുകൾ നിങ്ങളുടെ വിശ്വാസങ്ങളും നിലപാടുകളുമാണ്. അപ്പം ദൈവത്തിന് പ്രാധാന്യം കൊടുത്തിട്ടുള്ളത് മാത്രം നാവിൽ നിന്ന് വരുവാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ നാളെ അതൊരു ബൂമറാങ് പോലെ നമ്മളിലേക്ക് തിരിച്ചെത്തും. ജീവിതത്തിൽ ഒരനുഭവം കൂടി പറഞ്ഞിട്ട് നിർത്തുകയാണ്. ഏറ്റവും പ്രശസ്തമായൊരു സ്കൂളിൻ്റെ അടുത്താണ് ഞാൻ +1 പഠിച്ചത്. അപ്പം സ്വാഭാവികമായിട്ട് ഈ കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ അമ്മമാർ വാട്ടർ ബോട്ടിൽ കൊടുത്തു വിടും. വാട്ടർ ബോട്ടിൽ കൊടുത്തു വിട്ടിട്ട് അത് എൻ്റെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ വെള്ളം ആർക്കും കൊടുക്കരുത്, നീ തന്നെ കുടിച്ചോണമെന്നാണ് പറയണത്. അത് ചിലപ്പം ഈ പിള്ളേർ കുടിക്കണമെന്ന് കരുതി പറയണതായിരിക്കും. നീ വെള്ളമൊന്നും ആർക്കും കൊടുക്കരുത് കേട്ടോ, നീ തന്നെ കുടിച്ചോണം, ഒരാൾക്കും കൊടുക്കരുത്. ഇത് ഒരു പക്ഷേ നമ്മുടെ കുഞ്ഞ് വെള്ളം കുടിക്കട്ടെ, എൻ്റെ അമ്മ എന്നോട് പറഞ്ഞിട്ട്. പക്ഷേ ഈ ഒരു പറച്ചിലിനൊക്കെ ഒരുപാട് റിപ്പർക്കഷൻസ് ഉണ്ടാവും. നാളെ ഒരു ദിവസം നിങ്ങൾ ഒരു വിശ്രമിക്കുന്നൊരു സമയം വരും. ഒരു ഗ്ലാസ് വെള്ളം ചോദിക്കുമ്പോഴും വെള്ളം ആർക്കും കൊടുക്കരുത് എന്നുള്ള ആ ഒരു ചിന്തയിൽ കഥ പറഞ്ഞാൽ കുട്ടികൾക്കോട് നമ്മൾ പറയുന്ന ഓരോ സംസാരത്തിനൊക്കെ തിരികെ ആയിട്ടൊരു റിപ്പർക്കഷൻ ഉണ്ടാവും. ഒരു പക്ഷേ അത് വെയിറ്റ് ചെയ്ത് കണ്ടുപിടിക്കേണ്ട. അതുകൊണ്ട് നമ്മളും ചിലപ്പോൾ മക്കളോട് പറയും, നീ ഒരു അപ്പനാകുമ്പോഴേ അതിൻ്റെ ദുഃഖം മനസ്സിലാത്തതെന്ന് പറയത്തില്ലേ. ഒരു വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. പക്ഷേ ആദ്യം ഉറപ്പിക്കേണ്ടത് അവർ ജീവിതത്തിൽ എവിടെ പോയാലും, ഏത് കാട്ടിൽ പോയാലും, ഏത് നാട്ടിൽ പോയാലും അവർ ദൈവത്തെ മറക്കത്തില്ല എന്നുള്ളൊരു ബോധ്യമാണ്. അത് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ, നമുക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ ആദ്യം നമുക്കൊരു അനുഭവം വേണം, ഈ ദൈവം കൂടെയാണെന്നുള്ള അനുഭവം. അല്ലെങ്കിൽ അവർക്കൊരു അനുഭവം വേണം, ഈ കർത്താവും മാതാവും ഉള്ളതാണെന്നുള്ള അനുഭവം. ഈ കാര്യത്തിലാണ് ഉടമ്പടി എന്ന പ്രാർത്ഥന നമ്മൾ ഓരോരുത്തരെയും സഹായിക്കുന്നത്. എത്രയേറെ ചെറുപ്പക്കാരായിട്ടുള്ളവരൊക്കെയാണ് ഇവിടെ കയറി ദൈവാനുഭവം പറയുന്നത്. അപ്പം ഇത് അപ്രാപ്യമായിട്ടുള്ള കാര്യമൊന്നുമല്ല. പക്ഷേ ഈ ഒരു ഫോർമേഷൻ വ്യക്തമായിട്ട് നിങ്ങൾ കുട്ടികളിലേക്ക് ചെയ്ത് കൊണ്ടുവന്ന് പതുക്കെ തുടങ്ങണം. അതിനുശേഷം ഉടമ്പടി എന്ന പ്രാർത്ഥനയിലായിരിക്കും നിങ്ങൾക്കറിയാം, അങ്ങനെ വ്യക്തി അനുഭവങ്ങൾക്ക് വേണ്ടി അവർക്ക് വേണ്ടി കൂടുതൽ പ്രാർത്ഥിച്ച്
ഒരു നല്ലൊരു ആയുധമാക്കി വേണം ഒരു 15-18 വയസ്സ് കഴിഞ്ഞ് അവർ നാളെ ഒരു ഹയർ സ്റ്റഡീസിന് ഇറങ്ങി പോകുമ്പം നമുക്ക് ഉറപ്പിക്കാൻ പറ്റണം എൻ്റെ മകൻ പോകുന്നിടത്ത് ഏറ്റവും അധികം ഒരു പ്രാർത്ഥനയാണ് ഉണ്ടാകും. അപ്പോൾ അങ്ങനൊരു ബോധ്യത്തിലേക്ക് ഒരു കുഞ്ഞിനെ വളർത്തി ലോകത്തിന് സമ്മാനിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതാണ് ഈ ലോകത്തിലേക്ക് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ ഒരു രക്ഷാകര പ്രവർത്തനം എന്ന് പറയുന്നത്. ഒരുപക്ഷെ നമ്മളിലൂടെ ഒരുപാട് പേര് രക്ഷപ്പെടുമ്പോഴും കർത്താവിനെ ലോകത്തിലേക്ക് നൽകിയ പരിശുദ്ധ അമ്മയും ഔസേപ്പ് പിതാവും നമ്മളോട് പറയണ വലിയൊരു ദൗത്യം ഇതാണ്. നാളെ അവൻ പുറത്തിറങ്ങുമ്പോൾ ദൈവത്തെ മറക്കത്തില്ലെന്നൊരു ഉറപ്പ്, അതിലേക്ക് ഈ ഉടമ്പടി എന്ന പ്രാർത്ഥന ഒരുപാട് സഹായിക്കുന്നുണ്ട്. കാരണം ഒരുപാട് അടയാളങ്ങളിലൂടെ ഓരോ വ്യക്തികൾ ഇവിടെ ദൈവത്തെ തിരിച്ചറിഞ്ഞു എന്നുള്ള കാര്യങ്ങൾ മക്കളോട് പറഞ്ഞു കൊടുത്തും കേൾപ്പിച്ചുമൊക്കെ അവരെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. ഒരു ഇൻ്റലക്ച്വൽ നോളജ് വെച്ച് ഒരിക്കലും ദൈവത്തെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും ഏക്കുകയല്ല. സത്യമുള്ള കാര്യമാണ്. നമ്മുടെ അപ്പനും അമ്മയും നമ്മളെ സ്നേഹിച്ചിട്ടുണ്ടെന്ന് നമ്മളിതുവരെ അപ്പനും അമ്മയും കാണാത്ത ഒരാളോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. കാരണം അപ്പനും അമ്മയും കുറിച്ച് വാതോരാതെ സംസാരിക്കണമെങ്കിൽ അപ്പനും അമ്മയും നോക്കിയതും കൂടെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങിയതും ചുംബിച്ചതും അവർ മേടിച്ചു തന്ന ഓർമ്മകളും അവരെ കൊണ്ടു നടന്ന യാത്രകളുടെയൊക്കെ ഓർമ്മകളുണ്ടാവണം. ദൈവത്തിനെക്കുറിച്ച് ഇങ്ങനെ ഒരുപാട് പേര് പറഞ്ഞു കേട്ടുകൊണ്ടൊന്നും ദൈവസ്നേഹം ഉണ്ടാവാനും പോണില്ല, ദൈവമായിട്ട് അടുപ്പം ഉണ്ടാകാൻ പോണില്ല. അതുണ്ടാവണമെങ്കിൽ ആദ്യം ഒരനുഭവം ഉണ്ടാകാനായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. അതിനാദ്യം ദൈവസ്നേഹം ഉണ്ടായിട്ടുള്ളവരുടെ പ്രാർത്ഥനകളും സാക്ഷ്യങ്ങളും കേട്ട് അതുപോലെ പ്രവർത്തിച്ച് തുടങ്ങും. അങ്ങനെ തുടങ്ങുമ്പോഴേക്കും ദൈവം തൻ്റെ സ്നേഹം വെളിപ്പെടുത്തുമെന്നുള്ളതാണ്. നമുക്കൊരു നിമിഷം എല്ലാവർക്കും കണ്ണുകളടയ്ക്കാം, കൈകൾക്ക് പേരെ പ്രത്യേകിച്ച് നമുക്ക് വളർന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ മക്കളെ സമർപ്പിക്കാം. ഈ കാലത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടെന്ന് പറയണു. ചുറ്റും ഡ്രഗ്സാണ്, മദ്യമാണ്, മയക്കുമരുന്നാണ്, നല്ല മാതൃകകളില്ല, എല്ലായിടത്തും പ്രശ്നമാണ്. സഭയിൽ പ്രശ്നം, സമൂഹത്തിൽ പ്രശ്നം, എവിടെ തിരിഞ്ഞാലും പ്രശ്നം. എങ്ങനെയാണ് മക്കളെ നോക്കുക? അതൊക്കെ അങ്ങനെ തന്നെ ഇരിക്കെ തന്നെയും ദൈവത്തെ പറഞ്ഞു കൊടുക്കാനുള്ള ഉത്തരവാദിത്തം നമുക്കുണ്ട്. അപ്പം ഈ ഒരു ദൈവാനുഭവത്തിലേക്ക് കടന്നു വരുവാനായിട്ട് എൻ്റെ മക്കളെ, എൻ്റെ ദൈവമേ, എനിക്ക് ജീവിതത്തിൽ അവരെന്ത് മറന്നാലും ആരെ മറന്നാലും ഞങ്ങളെ തന്നെ മറന്നു പോയാൽ ഒരിക്കലും നിൻ്റെ സന്നിധിയിൽ നിന്നൊരിക്കലും അവർ മാറിപ്പോകാതിരിക്കുവാൻ ആത്മീയമായ ശക്തിയും അനുഭവവും നൽകി അവരെ വളർത്തുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ എന്നും കർത്താവെ, ഒരുപാട് മാതാപിതാക്കൾ മക്കളെ പ്രതി വേദനിക്കുന്നുണ്ട്. ഈ സമയം അവരെയും സമർപ്പിക്കുന്നു. ദൈവമേ, അങ്ങയുടെ വലിയ സാന്നിധ്യത്തിൻ്റെ അനുഭവം ജീവിതത്തിലുണ്ടായി ദൈവസന്നിധിയിലേക്ക് തിരിച്ചു വന്ന് അവരെല്ലാം രക്ഷാകര പദ്ധതിയുടെ ദൈവിക പദ്ധതിയുടെ ഭാഗമായി തീരുവാൻ അനുവദിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടുള്ളണമേ.